ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനവും ഇസ്രായേൽ ചരിത്രവും 213 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് നാഥാൻ പ്രവാചകൻ. മുഖം നോക്കാതെ ദാവീദിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച പ്രവാചകനാണ് നാഥാനും. ഗാദ് അടുത്ത ദിവസം ക്ലാസ് എടുക്കും. എന്താണ് പ്രവചനം? പ്രവാചകന്മാർ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇരിക്കുമ്പോൾ ചിലരുടെ പാപങ്ങളെ പറയുവാൻ ദൈവം അവരോട് പറയും. അവർക്ക് ഭയമെന്ന് പറഞ്ഞതേ ഇല്ല. കാരണം ദൈവമാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെക്കാൾ വലിയ ഒരു വ്യക്തി ലോകത്തിൽ ഇല്ലാത്തതുകൊണ്ടും ദൈവം പറഞ്ഞയക്കുന്നത് കൊണ്ട് ദൈവം നോക്കിക്കൊള്ളും. ഇതാണ് പഴയ നിയമത്തിലെ പ്രവാചകന്മാരും. നമ്മുടെ പെന്തക്കോസ്തിന്റെ പ്രാരംഭ കാലങ്ങളിലും ഇങ്ങനെയുള്ള പ്രവാചകന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു. അവർ ഓർപ്പിക്കും, ശിക്ഷയുടെ കാര്യം അവർ പറയും. അല്ലാതെ ഇപ്പം പറയുന്ന പോലെ അനുഗ്രഹം ഇത്ര മാസം കഴിഞ്ഞ്, ഇത്ര വർഷം കഴിഞ്ഞ്, പുതിയ വീട്, പുതിയ കാറ്, ഇതൊന്നും പ്രവചനത്തിൽപ്പെട്ടതും ബൈബിളിനകത്തുള്ളതല്ല. ചിലർ ഞങ്ങൾക്ക് ലഭിച്ചു, അത് പ്രവചനത്താൽ ലഭിച്ചതല്ല, നിങ്ങൾ കാശ് മുടക്കി മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന കാര്യം ഓർപ്പിക്കും. നാഥാൻ പ്രവാചകൻ ദൈവത്തിന്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാഥാനോട് ദൈവം അരുളി ചെയ്തു, ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന ദാവീദിനോട് ചില കാര്യം അവന്റെ മുഖത്ത് നോക്കി പറയണം. അതിനുവേണ്ടി നാഥാൻ നേരെ ദാവീദിന്റെ വീട്ടിൽ ചെല്ലുന്നു. 2 ശമൂവേൽ 12 അധ്യായം 1 വാക്യം മുതൽ നമ്മൾ ഇരുന്ന് വായിക്കുമ്പോഴാണ് ആ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാഥാൻ നേരെ ദാവീദിന്റെ അടുക്കൽ വന്നിരുന്നു. അതിന് 25 വാക്യം. 12 അധ്യായത്തിന്റെ 10 വാക്യം അവിടെ പറയുന്നത്, നീ എന്നെ നിരസിച്ചു. നീ എന്നെ നിരസിച്ചു. കാരണം എന്താ ചോദിച്ചാൽ, നീ ഊരിയാവിനെ കൊല്ലിച്ചു. അതിനുശേഷം ഊരിയാവിന്റെ ഭാര്യയെ നിന്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ ശിക്ഷ നിന്റെ മേൽ വരാൻ പോവുകയാണ്. 12 നീ എന്നെ നിരസിച്ചു. അടുത്തത് ഒരു പ്രധാനമായ കാര്യം പറയുന്നത്, വാൾ നിന്റെ ഗ്രഹത്തിൽ നിന്നും വിട്ടുമാറുകയില്ല. അവിടെ നാഥാൻ പറഞ്ഞതെല്ലാം എനിക്ക് ഇതിനകത്തോടെ കേൾപ്പിക്കുവാൻ ഇച്ചിരി പ്രയാസമുണ്ട്. അത്രമാത്രം ശിക്ഷയുടെ കാര്യങ്ങളാണ് നാഥാൻ തന്റെ വീട്ടിൽ വന്ന് പ്രസ്താവിച്ചത്. ഇനിയും വേറൊരു കാര്യം കൂടെ, ഈ പ്രവാചകന്മാരുടെ കയ്യിൽ ശിക്ഷയും കൂടെ ഏൽപ്പിച്ചേ വിടുകയുള്ളൂ. അല്ലാതെ പാപം മാത്രം പറഞ്ഞു പോരുന്ന പ്രവാചകനല്ല. എന്തെല്ലാം ശിക്ഷയും കൂടെയാണ് പറഞ്ഞിട്ടേ പോരുകയുള്ളൂ. അവർക്ക് അധികാരമുണ്ട്. അവര് വെറും കൈയായിട്ട് പോവുകയല്ല. അവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന പാപത്തെക്കുറിച്ച് ഓർപ്പിക്കുവാനും ശിക്ഷയുടെ കാര്യം പറയാൻ വേണ്ടിയും കൂടെ ചെന്നേക്കുന്നത്. എന്നാൽ വേണമെങ്കിൽ ദാവീദിന് ദേഷ്യപ്പെടാൻ പറ്റത്തില്ല. കാരണം ദൈവം വിട്ടവനാണ്. ഇനി ദേഷ്യപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്താൽ അതിന്റെ ശിക്ഷ കൂടെ ലഭിക്കും. നാഥാൻ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്.
നിന്റെ ഗ്രഹത്തിൽ നിന്ന് ഈ പാപം വിട്ടുപോകുകയില്ല. അനർത്ഥം തന്നെ വരുത്തും. നിന്റെ മരണം വരെയും ഇത് തുടരും. പക്ഷേ വേറൊരു കാര്യം കൂടെ പറയുന്നു, ഈ പാപം നിമിത്തം നീ മരിച്ചുപോയില്ല. പാപത്തിന് ശമ്പളം മരണമാണല്ലോ. അവൻ ഏറ്റു പറഞ്ഞതുകൊണ്ട് ആ പാപത്തിന്റെ ശമ്പളമായ മരണം മാറി. പക്ഷേ ബാക്കിയുള്ള ശിക്ഷകൾ നീ അനുഭവിച്ചേ പറ്റുകയുള്ളൂ. നിന്റെ വീട്ടിലെ അനർത്ഥങ്ങൾ വരുവാനുള്ള കാരണമുണ്ട്. നീ ചെയ്തിരിക്കുന്ന ദുഷ്ടതയും പാപവും നിന്റെ പട്ടാളക്കാരറിഞ്ഞിട്ടുണ്ട്, നാട്ടുകാരറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവം മിണ്ടാതിരിക്കുകയാണെങ്കിൽ ജനം ദൈവത്തെ നിരസിക്കും. അതാ വേറെ കാര്യം. ദാവീദിന് എന്തുമാകാം, ഞങ്ങൾക്ക് ഒന്നും പാടില്ല, ഇതെന്തൊരു ദൈവമാണെന്ന് പറയും. ദൈവത്തിനൊരിക്കലും മുഖപക്ഷമില്ല. എത്ര വലിയവനായിരുന്നാലും പാപം ചെയ്താൽ ഇവിടെ ശിക്ഷ ലഭിച്ചിരിക്കും. ശിക്ഷ കിട്ടാതെ ഒരു രക്ഷയില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ ഉപവാസം കൊണ്ടൊന്നും നിന്റെ ശിക്ഷ മാറിയല്ല. നിന്റെ ശരീരത്തിൽ ചെയ്തിരിക്കുന്ന പാപം മുഴുവൻ നിന്റെ ശരീരത്തിലും നിന്റെ കുടുംബത്തിലും വഹിച്ചേ പറ്റുകയുള്ളൂ എന്നൊരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ നാഥാന്മാരെ പോലെ അല്ലെങ്കിൽ നാഥാനെ പോലെ നമ്മുടെ ഈ കാലയളവിൽ പ്രവാചകന്മാർ എഴുന്നേറ്റാൽ ഇന്ന് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണുമായിരുന്നു. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതുപോലെ ശക്തന്മാരായ പ്രവാചകന്മാർ നമ്മുടെ പെന്തക്കോസ്തിന്റെ പ്രാരംഭ കാലയളവിൽ ശക്തന്മാരായ പ്രവാചകന്മാരുണ്ടായിരുന്നു. ശക്തിയോടെ ദൂതറിയിക്കുന്നവരുണ്ടായിരുന്നു. വ്യക്തികൾക്ക് വരുന്ന ശിക്ഷയെപ്പറ്റി പറയുമായിരുന്നു. ലോകത്തിന് വരുന്ന സംഭവങ്ങൾ വിളിച്ചു പറയുമായിരുന്നു. പക്ഷേ കാലം മാറിയെങ്കിലും ബൈബിൾ മാറിയിട്ടില്ല. ബൈബിൾ സത്യമാണ്. ബൈബിളിന് എത്ര പഴക്കം ചെല്ലുമ്പോഴും അതിന്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പണ്ടത്തെ പോലെ നല്ല കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളക്കരയിൽ പെന്തക്കോസ്തിന്റെ ആരംഭകാലത്തിലെ സത്യ ആരാധനയും അന്യഭാഷയോടുകൂടി ആത്മാവുള്ള ആരാധനയും നാം ഒന്ന് ആരംഭിച്ച് നോക്കിക്കേ. പേരിന് മാത്രം ഞാൻ അന്യഭാഷ പറയുകയല്ല. നാം ദൈവസന്നിധാനത്ത് മുട്ടുമേ ഇരുന്ന് ദൈവത്തിന് മഹത്വം കൊടുത്ത ആരാധനയ്ക്കൊക്കെ ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആരാധനയുടെ അവസ്ഥ മാറും, നമ്മുടെ സഭകളിലെ അവസ്ഥ മാറും, ദേശത്തിലെ അവസ്ഥ മാറും. ഇന്ന് പകൽക്കായി സമയത്തെ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചുകൊള്ളട്ടെ. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ലോക സംഭവങ്ങൾ ഓരോന്നോരോന്നായി വിളിച്ചറിയിക്കുന്നു. യേശു വരാറായി. ഭാരതത്തിൽ വലിയ ഉണർവ് ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഉണ്ടാവുക. തീർച്ചയായിട്ടും യേശു ക്രിസ്തു വരുന്നതിന് മുമ്പേ ഒരു വലിയ ഉണർവുണ്ടാകും. നിങ്ങളും അതിൽ അംഗമാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.